നമസ്കാരം. വിദേശത്തേക്ക് പഠിക്കാൻ കുട്ടികളെ അയക്കുന്ന മാർക്കറ്റ് കേരളത്തിൽ അതിശക്തമാണ്. സ്റ്റുഡൻറ് റിക്രൂട്ട്മെൻറ്റ് ഏജൻറ്റുമാർ മാത്രമല്ല, ലോൺ കൊടുക്കുന്ന ബാങ്കുകളും വിദ്യാർത്ഥികളുടെ മറ്റു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരുമൊക്കെ ഇവിടെ പരസ്പരം മത്സരത്തിലാണ്. ചിലരെങ്കിലും മാന്യമായി ഈ പണി ചെയ്യുന്നു. മറ്റു ചിലരാവട്ടെ ഇതിൻ്റെ പേരിൽ തട്ടിപ്പും തിരിമറിയും അഴിമതിയും ഒക്കെ നടത്തുന്നു. ഇത് പലതും തന്നെ ആരും അറിയാതില്ല, വാർത്തകളിൽ നിറയാറില്ല. പക്ഷേ ആയിരക്കണക്കിന് മനുഷ്യരെ വെള്ളം കുടിപ്പിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് ഇതുണ്ടാക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ വലിയ മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയുന്നില്ല. നിരവധി സ്റ്റുഡൻറ് റിക്രൂട്ട്മെൻറ്റ് കമ്പനികൾ, നേഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് കമ്പനികൾ മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ആളുകളിൽ നിന്നും പണം വാങ്ങാതെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്രം ഫീസ് വാങ്ങുന്നവർ. അങ്ങനെ UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൊച്ചിയിൽ ഓഫീസുള്ള ഒരു സ്ഥാപനമാണ് എൻവർട്ടസ് എന്ന് പറയുന്നത്. UK അബർദീൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻവർട്ടസ് NHSൽ നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്തിരുന്ന കാലത്ത് ₹1 പോലും വാങ്ങാതെ ആയിരക്കണക്കിന് നേഴ്സുമാരെ UK എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും പേരുദോഷം കേൾപ്പിച്ചിട്ടില്ല. ഇപ്പോൾ നേഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പൂർണ്ണമായും നിലച്ചു. ഇടക്കാലത്ത് കെയറർമാരെ റിക്രൂട്ട് ചെയ്യുന്ന രീതി UK ഉണ്ടായിരുന്നു. ആ കെണിയിലേക്ക് എൻവർട്ടസ് വീണില്ല. വലിയ ഫീസ് വാങ്ങിയായിരുന്നു എല്ലാ ഏജന്റുമാരും അന്ന് കൊണ്ടുപോയത്. പലരും വലിയ കുഴപ്പത്തിലാണ്. എന്നാൽ സ്റ്റുഡൻറ് റിക്രൂട്ട്മെന്റ് അടക്കമുള്ള മറ്റു റിക്രൂട്ട്മെന്റുകൾ, അതായത് വിദ്യാർത്ഥികളോട് ഫീസ് വാങ്ങാത്ത പണികൾ എൻവർട്ടസ് ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന ഒരു തട്ടിപ്പ് സംഘം അവരുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാവുന്നു. ഒരു വിദ്യാർത്ഥി വിദേശത്തൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു കഴിയുമ്പോൾ അവർക്ക് അവരടയ്ക്കേണ്ട ഫീസും അവർക്ക് അവിടെ ജീവിക്കാനുള്ള ഫീസും ഇവിടെ ഉണ്ട് എന്ന് കാണിക്കണം. കാശുള്ളവർ ആ കാശ് ബാങ്കിൽ കാണിക്കും, ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടും, അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും, വിസ കിട്ടും. ലോൺ എടുക്കാൻ പ്രാപ്തിയുള്ളവർ ലോൺ എടുക്കും. ഇത് രണ്ടും തൃപ്തികരമാണ്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ചില മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട്. ബാങ്ക് മാനേജർമാരുമായി ചേർന്ന് ഇവർ ഈ പണം കൊടുക്കാതെ തന്നെ കൊടുത്തു എന്ന് വരുത്തി തീർക്കും. അതിന് പല വഴിയുണ്ട്. അപേക്ഷ കൊടുക്കുന്ന അപേക്ഷകന്റെ അക്കൗണ്ടിൽ ഒരു പണം കാണിക്കുകയാണ് ബാങ്ക്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ട് എന്ന് സ്റ്റേറ്റ്മെന്റ് കിട്ടും. ഈ വിസ കിട്ടിക്കഴിയുമ്പോൾ ബാങ്ക് പണം തിരിച്ചെടുക്കും. ബാങ്ക് മാനേജർമാരുടെ സഹായത്തോടെ ചെയ്യുന്നതാണ് ഈ പണി. അതിനൊരു ഫീസൊക്കെ അവർ ഈടാക്കും. മൊത്തം തുകയുടെ 5 മുതൽ 7% വരെ ഫീസാണ് ഇത് ഈടാക്കുന്നത്. ഇതിനുവേണ്ടി ചില ഏജന്റുമാർ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പല ബാങ്കുകളിലെ മാനേജർമാർ അവരുടെ ഹെഡ് ഓഫീസ് അറിയാതെ തന്നെയാണ് ഈ ഉഡായിപ്പ് പരിപാടിക്ക് നിന്നു കൊടുക്കുന്നത്. വിസ പ്രോസസ്സിംഗ് സമയത്ത് അന്വേഷണം വന്നാൽ ഈ ബാങ്ക് മാനേജറുടെ അടുത്ത് എത്തുന്നത് കൊണ്ട് തന്നെ അയാൾ അതിന് ഓക്കെ പറയും. എന്നാൽ ചില അതിബുദ്ധിമാന്മാർ ബാങ്കിന്റെ പേരിൽ വ്യാജ കത്ത് ഇഷ്യൂ ചെയ്ത് ലോൺ ഉണ്ട് എന്ന് നുണ പറഞ്ഞ് കൊടുക്കുന്ന പരിപാടിയുണ്ട്. തട്ടിപ്പാണ്. യഥാർത്ഥത്തിൽ ബാങ്ക് ഇത് അറിയുന്നില്ല, ബാങ്കിനൊരു ബന്ധവുമില്ല. എന്നാൽ ബാങ്കിന്റെ ലെറ്റർ ഹെഡിൽ ഇവർ കത്ത് കൊടുക്കും. ചിലയിടത്തെങ്കിലും ബാങ്ക് മാനേജർ അറിവോടെയാണ് എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ട്. കാരണം ഇത്തരം വിവാദങ്ങൾ ഉണ്ടാവുമ്പോൾ ബാങ്ക് കേസുമായി പോകുന്നില്ലെങ്കിൽ അതിനർത്ഥം ബാങ്കിന്റെ മാനേജർക്ക് ഇതിൽ പങ്കുണ്ടെന്നാണ്. എന്നാൽ മിക്കപ്പോഴും ബാങ്ക് ഇത് അറിയാറില്ല. ധനത എന്ന പേരിൽ കോട്ടയം കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഉഡായിപ്പ് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് എന്ന് ഇപ്പോഴാണ് വ്യക്തമാവുന്നത്. അശ്വിൻ അജിത്ത് എന്നാണ് ഈ സ്ഥാപനം നടത്തിപ്പുകാരന്റെ പേര്. ധനത ഫണ്ട്സ് എന്നാണ് അയാളുടെ ഉഡായിപ്പ് സ്ഥാപനത്തിന്റെ പേര്. ഇയാൾ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് എന്നറിയണമെങ്കിൽ ഇയാളുടെ ഒരു വീഡിയോ ക്ലിപ്പ് കാണണം. ഇയാൾ പറയുകയാണ്, നിങ്ങൾക്ക് പണമില്ലാത്തത് കൊണ്ട് പഠനം മുടങ്ങണ്ട, ഞങ്ങൾ പണം തരുമെന്ന്. ഞാനും ഒരു സാധാരണക്കാരനാണ്. എന്നെ പോലെ തന്നെ സ്ട്രഗിളിൽ നിൽക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. ഒരു സ്റ്റേജിൽ ഒന്നുമില്ലാതായി പോയ ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ കിടപ്പാടം വരെ നഷ്ടപ്പെടുന്ന അവസ്ഥകൾ വന്നിട്ടുണ്ട്. ഫൈനാൻഷ്യലി ഇവര് ഒരു പ്രശ്നത്തിലേക്ക് പോയി, ഇവർക്കിത് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല. പ്രശ്നം ഇവിടെ റൈസ് ആയിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവർക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. ഇതാണ് ഞാൻ കൊടുക്കുന്ന ഉറപ്പ്. കാര്യം പൈസയാണോ പ്രശ്നം? അതൊരു പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് ബാങ്കുകളെ കബളിപ്പിച്ചുകൊണ്ട് ബാങ്കുകളുടെ ലെറ്റർ ഹെഡിൽ വ്യാജ കത്ത് കൊടുത്ത് ആളുകളോട് പണം വാങ്ങുകയായിരുന്നു. കാസർഗോഡ് കല്ലാർ 18-ാം മൈലിൽ താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ സ്റ്റുഡന്റ് വിസ അപേക്ഷ കൊടുക്കുന്നു. ഈ ചെറുപ്പക്കാരൻ എൻവിറ്റസ് വഴിയാണ് അപേക്ഷ കൊടുത്തത്. പക്ഷേ ഇയാളുടെ വിസ നിരസിക്കപ്പെടുന്നു. കാരണമായി പറഞ്ഞിരുന്നത് ഇയാൾ വിസ അപേക്ഷയോടൊപ്പം കൊടുത്തിരുന്ന ഇൻഡസ് ബാങ്കിന്റെ എറണാകുളം ശാഖയിൽ നിന്നും ലോൺ എടുത്തിരിക്കുന്നു, അവിടെ നിക്ഷേപമുണ്ട് എന്നതായിരുന്നു. 100 പേർ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ 2-3 പേരുടെ മാത്രമാണ് ഡബിൾ ചെക്കിങ്ങിന് വേണ്ടി എംബസിക്കാർ അയക്കുന്നത്. അങ്ങനെ കാസർഗോഡ് രാജപുരംകാരൻ വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിക്കാൻ UK കോൺസുലേറ്റ് ഇൻഡസ് ബാങ്കിലേക്ക് കത്തയക്കുന്നു. അവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനൊരു അക്കൗണ്ടുമില്ല, ഇങ്ങനൊരു ഇടപാടുമില്ല, അതൊരു വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് എന്ന് പറഞ്ഞ് ഈ പയ്യന്റെ വിസ നിരസിക്കുക മാത്രമല്ല 10 വർഷത്തേക്ക്
UK പോവാൻ അയാൾക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു. സ്വാഭാവികമായും എൻവിറ്റസ് കമ്പനിയോട് ഇയാൾ വിശദീകരണം ചോദിക്കുന്നു. എൻവിറ്റസ് ആർക്കും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാറില്ല. ലോൺ എടുക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലേക്ക് പറഞ്ഞു വിടാറുണ്ട്, വേണമെങ്കിൽ ചെയ്യാം. അപ്പോഴാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നത് എൻവിറ്റസിൽ ജോലി ചെയ്യുന്ന ജീസത്ത് മാത്യു എന്നു പേരുള്ള ഒരു ജീവനക്കാരൻ, അയാളാണ് ഇത് അറേഞ്ച് ചെയ്തു കൊടുത്തത്. ജീസസ് മാത്യു ധനത എന്ന ഈ കമ്പനി നടത്തിപ്പുകാരനുമായി നേരത്തെ മുതൽ ബന്ധമുള്ള ആളാണ്. കമ്മീഷൻ കൈപ്പറ്റിക്കൊണ്ട് ധനതയുമായി ചേർന്ന് ഇയാൾ ഒരുക്കി കൊടുത്തതാണ്. എൻവിറ്റസ് അന്വേഷിച്ചപ്പോൾ ഇതേ സ്ഥാപനത്തിലെ 3ഓളം പേർ ഈ മാഫിയ സംഘത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നു. വണ്ടിപ്പെരിയാറാണ് ജീസത്ത് മാത്യു. ഫെബി റോസ് തെരേസ പാലാരിവട്ടം സ്വദേശിനിയാണ്. അരിന്തോദിയസ് തകഴിക്കാരൻ, ആലപ്പുഴ തകഴിക്കാരിയാണ്. ഈ 3 പേരും ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമാണെന്ന് കണ്ടെത്തി അവരെ പുറത്താക്കുന്നു എൻവിറ്റസുകാർ. എന്ന് മാത്രമല്ല, കാസർഗോഡ് രാജപുരംകാരനായ വിസ നിഷേധിക്കപ്പെട്ട യുവാവ് ഈ 3 പേർക്കെതിരെയും ധനതയുടെ ഉടമയായ അശ്വിൻ അജിത്തിനെതിരെയും പോലീസിൽ പരാതി കൊടുക്കുന്നു. പോലീസ് വഞ്ചനയ്ക്ക് കേസെടുക്കുന്നു. പോലീസ് ഇങ്ങനെ പറയുന്നു: കല്ലാർ ഗ്രാമത്തിൽ 18-ാം മൈലിൽ എന്ന സ്ഥലത്ത് താമസിക്കുന്ന അന്യായക്കാരനെ കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദാന്ത ഫണ്ട്സ് സ്ഥാപന ഉടമകൾ 10/11/2026 26 തെറ്റായി 25 ആയിരിക്കും തീയതി ഉപരിപഠനത്തിനായി 16 ലക്ഷം രൂപയുടെ ലോൺ അനുവദിച്ച് തരാമെന്ന് പറഞ്ഞ് 72,500 രൂപ പ്രോസസിംഗ് ഫീസ വാങ്ങി അക്കൗണ്ടിൽ 16 ലക്ഷം രൂപ പാസ്സായ രേഖകൾ വ്യാജമായി നിർമ്മിച്ച് ഒറിജിനലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അന്യായക്കാരന് നൽകുകയും ആയത് വിസയ്ക്കായി UK ഗവൺമെന്റ് സമർപ്പിച്ചത് വഴി അന്യായക്കാരന്റെ വിസ ക്യാൻസൽ ചെയ്ത് 10 വർഷത്തേക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റാതെയും ചതിയും വിശ്വാസവഞ്ചനയും ചെയ്തു എന്ന കുറ്റം. രാജപുരം പോലീസാണ് ഈ കേസെടുത്തത്. ഭാരതീയ ന്യായ സംഹിതയിലെ 318(2), 336(2), 336(3), 342 എന്നീ വകുപ്പുകൾ ചുമത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് എൻവിറ്റസ് ഒരു പരാതി കൊടുക്കുന്നു എറണാകുളം പോലീസിൽ. തന്റെ 3 ജീവനക്കാർ ഈ പറയുന്ന ധനത എന്ന കമ്പനി ഉടമ അശ്വിൻ അജിത്തുമായി ചേർന്ന് തന്നെ കൂടി പറ്റിച്ചുകൊണ്ട് നടത്തിയ ഈ തട്ടിപ്പിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ്. പക്ഷെ അശ്വിൻ അജിത്തിന് സ്വാധീനമുള്ളത് കൊണ്ട് അശ്വിൻ അജിത്തിന്റെ ഈ തട്ടിപ്പുകൾക്കൊക്കെ കൂട്ടുനിൽക്കുന്ന എറണാകുളത്തുള്ള ഒരു പ്രമുഖ അഭിഭാഷകൻ ഇടപെട്ടതുകൊണ്ട് പോലീസ് കേസെടുക്കാൻ മടിക്കുന്നു. ഒടുവിൽ എൻവിറ്റസ് കോടതിയെ സമീപിച്ച് കേസെടുക്കുന്നില്ല എന്ന് പറഞ്ഞതോടെ എറണാകുളം ഹിൽ പാലസ് പോലീസ് സ്റ്റേഷൻ കേസെടുക്കുകയാണ്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ BNS-ലെ 318(2), 336(2), 336(3), 316(2), 35 എന്നീ വകുപ്പുകൾ ചുമത്തി. ഈ കേസിലെ പ്രതികൾ ജിസത്ത് മാത്യു, അതായത് മുൻ ജീവനക്കാരൻ ജിസസ് മാത്യു 1-ാം പ്രതി, ധനതയുടെ ഉടമയായ അശ്വിത് അജിത്ത് 2-ാം പ്രതി, ഫെബി റോസ് തെരേസ ഈ എൻവിറ്റസിലെ മുൻ ജീവനക്കാരിയ ഫെബി റോസ് തെരേസ 3-ാം പ്രതി, അരിന്തോദിയസ് 4-ാം പ്രതി. അങ്ങനെ കേസെടുത്തു. എന്നാൽ ഉന്നത സ്വാധീനം കൊണ്ട് കേസ് മുമ്പോട്ട് പോകുന്നില്ല എന്നാണ് എൻവിറ്റസ് അറിയിക്കുന്നത്. മാത്രമല്ല, ഈ FIR രജിസ്റ്റർ ചെയ്തതോടെ അശ്വിൻ അജിത്ത് ഭീഷണിയുമായി രംഗത്ത് വരുന്നു. കൊച്ചിയിലുള്ള ഒരു അഭിഭാഷകനുമായി ഗൂഢാലോചന നടത്തി. ഇതിനു മുമ്പ് ILTS തട്ടിപ്പടക്കമുള്ള പല വിവാദങ്ങളിലും പേരുയർന്നിട്ടുള്ള മറ്റൊരു സ്ഥാപനത്തിന്റെ ഉടമയുമായി ആലോചിച്ച് ചില ഗൂഢനീക്കങ്ങൾ നടത്തുന്നു. ഇങ്ങനെ പുറത്താക്കപ്പെട്ട 3 പേരെയും ഈ 2 വ്യക്തികൾ ജോലിക്കെടുത്ത് എൻവിറ്റസിനെ കരിവാരി തേക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് ചില ഓൺലൈൻ ചാനലുകളെ കൂട്ടുപിടിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നു. വാസ്തവത്തിൽ അതീവ ഗൗരവമുള്ളൊരു വിഷയമാണിത്. വ്യാജരേഖകൾ ഉണ്ടാക്കി വ്യാജ ഫണ്ട് കാണിച്ച് നാട്ടുകാരെ പറ്റിച്ച് ശീലിച്ച അശ്വിൻ അജിത്തിനെയും ധനത എന്ന സ്ഥാപനത്തെയും വെറുതെ വിടരുത്. ഇത്തരക്കാരാണ് വാസ്തവത്തിൽ പലരെയും കുഴിയിൽ ചാടിക്കുന്നത്. ഇത്തരക്കാരുടെ പഞ്ചാര വാക്കുകളിൽ ആരും ചെന്ന് വീഴരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇൻഡസ് ഇൻഡു ബാങ്ക് എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ കേസ് കൊടുക്കാത്തത് എന്നത് ദുരൂഹമാണ്. ഇൻഡസ് ഇൻഡു ബാങ്കിന്റെ വ്യാജമായ ലെറ്റർ പാഡ് ഉണ്ടാക്കി ലോൺ ഉണ്ട് എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുമ്പോൾ ആദ്യം കേസ് കൊടുക്കേണ്ടത് ഇൻഡസ് ഇൻഡു ബാങ്കാണ്. ഇവർ ഇൻഡസ് ഇൻഡു ബാങ്കിനെ മാത്രമല്ല ഫെഡറൽ ബാങ്കിനെയും കാത്തലിക് സിറിയൻ ബാങ്കിനെയും ഒക്കെ പറ്റിച്ചിട്ടുണ്ട് എന്നാണ് എൻവിറ്റസ് എന്ന സ്ഥാപനം തെളിവ് സഹിതം പറയുന്നത്. കേരളത്തിലെ പല ബാങ്കുകളെയും പറ്റിച്ച് കുട്ടികളെ കബളിപ്പിച്ച് അവരെ ചതിച്ച് പണം കൈപ്പറ്റുന്ന ധനത എന്ന സ്ഥാപനം പൂട്ടിക്കെട്ടാനും അതിന്റെ ഉടമയായ അശ്വിൻ അജിത്തിനെ ജയിലിൽ അടയ്ക്കാനും കേരള പോലീസ് ഉടനടി നടപടിയെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു.